നമസ്കാരം. ക്രിക്കറ്റ് ലോകത്തെ മറ്റൊരു വാർത്തയായി എത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 സീരീസിൻ്റെ ഇന്ത്യൻ സൈഡിൻ്റെ 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരങ്ങൾ നടന്നു വരികയാണ്. തുടക്കത്തിൽ ടെസ്റ്റായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ODI നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന T20 സീരീസിലേക്കുള്ള ടീമിനെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ശുഭ്മൻ ഗിൽ പരിക്കൊക്കെ ഭേദമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ടീമെന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ആസ് യൂഷ്വൽ നമ്മുടെ സൂര്യകുമാർ യാദവ്, വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗിൽ, പിന്നെ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ അതേപോലെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശിവൻ ദുബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മ ആസ് എ വിക്കറ്റ് കീപ്പർ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, ബൂംറ, പിന്നെ വരുൺ ചക്രവർത്തി, ഹർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, വാഷിങ്ടൺ സുന്ദർ, ഇവരൊക്കെയാണ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 9 മുതലാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 സീരീസ് ഈ ODIക്ക് ശേഷം ഉണ്ടാവുക. അറിയാമല്ലോ, തുടക്കത്തിൽ ടെസ്റ്റിൽ 2-0 ഇന്ത്യ വൈറ്റ് വാഷ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നോണം ഇന്ത്യ ഈ സീരീസ് ODI സീരീസ് വിജയിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഈ വരുന്ന T20 വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളും കാര്യങ്ങളിലേക്ക് ഈ ODIക്ക് ശേഷം ഇതേപോലെ ഇന്ത്യൻ ടീം കടക്കുന്നു എന്നൊരു കാര്യവും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതേപോലെ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ സീരീസിനിടയിൽ ഇതേപോലെ ഗംഭീറും കോഹ്ലിയും അതേപോലെ രോഹിത്തും ഒക്കെ ആയിട്ടൊരു ക്ലാഷ് ഉണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് BCCI ഒരു യോഗം കൂടും. അത് രണ്ടാമത്തെ ഏകദിനത്തിന് മുമ്പായിരിക്കും, രണ്ടാമത്തെ ഏകദിനത്തിന് 2 ദിവസം മുമ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്പെക്കുലേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ BCCI വക്താവ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്, അങ്ങനെയില്ല, ഈ സീരീസിനിടയിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, എല്ലാം സീരീസിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്നും കൂടി BCCIയുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിക്കറ്റ് ലോകത്തു നിന്നുള്ള പുതിയ പുതിയ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.